അങ്ങനെ 2025 അവസാനിക്കാറായില്ല. എന്റെ ലൈഫിലെ ഒരുപാട് ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു ഇയർ ആണ് കേട്ടോ. കുറെ സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലും മെന്റലി ആണേലും ഫിസിക്കലി ആണേലും ഒരുപാട് ഡൗൺ ആയിക്ക്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറെ പ്രശ്നങ്ങൾ, മരിക്കണോ ജീവിക്കണോ എന്ന് വരെ അറിയാണ്ട് നിന്നോയ മൊമെന്റും ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് അല്ല തന്ന ലൈഫ് എടുക്കാൻ മാത്രമൊന്നും നമ്മളില്ല എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ ഒറ്റക്ക് നിക്കാൻ പഠിച്ചു. അല്ല, നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള സത്യം ചില ആൾക്കാർ നമുക്ക് മനസ്സിലാക്കിപ്പിച്ചു. നമ്മള് ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാർ പോലും നമ്മളെ കുറ്റം പറയും, എന്നും കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് സ്വിച്ച് ഇട്ട പോലെ മാറി മറിയുകയും ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒന്നും താങ്ങാവാണ്ട് ആയി പോകും. എല്ലാവരുടെ ഇടയിലും നിൽക്കുമ്പോ എന്താ പ്രശ്നം എന്നെല്ലാവരും ചോദിക്കുന്ന സമയത്ത് തുറന്ന് പറയാൻ പോലും പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പുറത്ത് ഹാപ്പി ആയിട്ട് ചിരിച്ച് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ടി. പക്ഷെ കുറെ വിഷമമൊക്കെ നമുക്ക് പഠിച്ചോ തരുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അമ്മക്ക് പിന്നെയും പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഇനിയും സ്ട്രോങ് ആവണം എന്ന് പഠിച്ചോൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇതിലിപ്പോ എന്റെ ബാഡ് സൈഡ് ആണെങ്കിൽ ഇത്രയും വിഷമത്തിന്റെ ഇടയിൽ കിട്ടിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അടുത്ത വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ ബൈ.